ഈ അടിയന്തരാവസ്ഥയാണ് സംഘത്തിന് മാന്യത നൽകിയത് എന്ന് വിമർശകർ പറയുന്നതാണ്. അല്ല, അതിൽ ഒരു വലിയ അർത്ഥമുണ്ട്. മാന്യത എന്ന് പറയുന്നത് ഇപ്പോൾ 1948 ഗാന്ധിജിയെ വധിച്ചു എന്നുള്ള ഒരു തെറ്റായ ആരോപണം സംഘത്തിന് മേൽ ഉന്നയിക്കുകയും സംഘത്തെ നിരോധിക്കുകയും ഒക്കെ ചെയ്തല്ലോ. 1949 ആണ് ആ നിരോധനം പിൻവലിച്ചത്. അപ്പോൾ ജനമനസ്സിൽ ഒരു വലിയ, കാരണം അന്നത്തെ കേന്ദ്ര ഭരണകൂടം ഔദ്യോഗികമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങളന്ന് പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിലൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും സംഘത്തിൻ്റെ വളർച്ച മുരടിച്ചു പോയോ, സംഘത്തെ അല്ലെങ്കിൽ സംഘത്തെ ഇല്ലാതാക്കാനോ അതിൻ്റെ വളർച്ചയെ തടയാനെടുത്താൽ അത് നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തപസ്സാണ്. അതിനൊരു നിയതമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമനുസരിച്ച് ആ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞവർ അതിനു വേണ്ടിയിട്ട് ജീവിതം തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായതുകൊണ്ട് അത് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ രാഷ്ട്രം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ച സമയത്ത് അടിയന്തരാവസ്ഥ പോലെ നമ്മുടെ ഭരണഘടനയിലെ മൗലികമായ അവകാശങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഏകാധിപത്യ ഭരണം കേരളത്തിൽ അടിച്ചേൽപ്പിച്ച സമയത്ത് ഇനി യാതൊരു രക്ഷയുമില്ല, പ്രതീക്ഷയില്ല. അകത്ത് പോയവർക്കൊന്നും ഇനി പുറത്തേക്കിറങ്ങി സൂര്യപ്രകാശം കാണാൻ സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലത്ത് ആ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞ ഒരു അഖിലേന്ത്യാ പ്രതിപക്ഷ പാർട്ടികളും അന്നത്തെ ജനസംഘവും രാഷ്ട്രീയ സ്വയംസേവം എല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ മൂവ്മെൻറ്റ് വരികയും ഈ ഗവൺമെൻറ്റിനെതിരെ സത്യാഗ്രഹ സമരങ്ങൾ ദേശവ്യാപകം നടത്തി അങ്ങനെയുള്ള അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരുപാട് മർദ്ദനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതത്തിൽ വല്ലാതെ അവരുടെ ജീവിതം മർദ്ദനം കൊണ്ട് തകർന്നു പോയ ആളുകൾ ഒരുപാട് പേര് ഇപ്പോഴും കേരളത്തിൽ ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 50 വർഷം പിന്നിടുകയാണല്ലോ. അപ്പോൾ ഈ സംഭവത്തിൽ മൊത്തം ഏതാണ്ട് 1,10,000 പേരോ മറ്റോ ആണ് അന്ന് മിസ്സേ അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ 80% ആ മാൻ പവർ കൊടുത്തത് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു? കാരണം നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുമ്പം പലപ്പോഴും ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ നയിച്ചിരുന്ന സോഷ്യലിസ്റ്റുകളാണ്, അല്ലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു ബഹുഭൂരിപക്ഷം സാറ് പറഞ്ഞതുപോലെ സംഘപ്രവർത്തകർ അത്തരം ഒരു പശ്ചാത്തലം എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി സംഘത്തിനെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞത് അതല്ല അതിൻ്റെ പ്രശ്നം. കാരണം ഡിപ്പെൻഡബിൾ മാൻ പവർ എന്ന് പറയില്ലേ. ഇപ്പം നിങ്ങൾക്ക് സംഘം അക്കാര്യം ചെയ്യാൻ ഒരു സ്വയംസേവനോട് പറയുമ്പോൾ അയാൾ മറ്റൊന്നും ആലോചിക്കില്ല. സംഘം പറയുന്നത് അത് ശ്രേഷ്ഠമായൊരു കാര്യത്തിനാണ് അല്ലെങ്കിൽ മഹത്തായ ഒരു കാര്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാൻ തയ്യാറാവും. അതിൽ വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്നും അയാൾ വകവയ്ക്കുന്നില്ല. പ്രാർത്ഥനയിൽ അങ്ങനെ പാടുന്നതാണ് പദത്വേഷകായോ നമസ്തേ നമസ്തേ, എൻ്റെ ഈ ശരീരം തന്നെ പതിച്ചു കൊള്ളട്ടെ ഭാരതാംബയുടെ മുന്നിൽ. നമസ്തേ സദാവത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർത്തിതോഹം മഹാമംഗലേ പുണ്യഭൂമേ ത്വദർത്ഥേ പദത്വേഷകായോ നമസ്തേ നമസ്തേ എന്ന് പാടി കിട്ടുന്നൊരു സംസ്കാരമാണത്. അല്ലയോ മാതൃഭൂമേ, അങ്ങയുടെ കാര്യത്തിന് എൻ്റെ ശരീരം തന്നെ പതിച്ചു കൊള്ളട്ടെ എന്ന് വരുന്ന ഒരു സംസ്കാരമുണ്ട്. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടോ? അവർക്ക് മൊത്തം രാഷ്ട്രത്തെ ഒന്നായി കാണുന്ന മനോഭാവം തന്നെ വളർത്തുന്നില്ല. ഉണ്ടോ? ഇപ്പോൾ തമിഴ്നാട് നമ്മൾ വേറെ, കർണാടകം വേറെ, പക്ഷേ ഈ മുഴുവൻ ഭാരതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, അതിനനുസരിച്ചുള്ള ഒരു ആന്തരികമായ സംസ്കാരം, ഇതെല്ലാം അതാണ് ഈ ശാഖയിൽ നടക്കുന്ന പ്രക്രിയ. മനസ്സിലായില്ലേ? ആ ശാഖയിൽ നടക്കുന്ന പ്രക്രിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ശബരിമല ക്ഷേത്രത്തിൽ കണ്ടല്ലോ. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് ആ സമരത്തിന് പ്രത്യാഘാതങ്ങൾ നോക്കുവാൻ ഓരോ ദിവസവും ആൾ പോകാൻ അങ്ങനൊരു സംഘടന ഈ നിലവിൽ എൻ്റെ അനുഭവത്തിൽ ആൾ കൂട്ടാൻ സാധിക്കും. നിങ്ങൾക്കൊരു ദിവസത്തേക്ക് കോടിക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടാൻ സാധിക്കും. പക്ഷേ പ്രതികൂലമായൊരു സാഹചര്യത്തിലേക്ക് ഒരാദർശത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ആളുകൾ
അത് സംഘത്തിൻ്റെ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അത് തെളിയിച്ചു. കാരണം സംഘമാണ് എന്താണ് ഒരു ഗ്യാരണ്ടിയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ നിലനിൽപ്പിനും ഒരു ഗ്യാരണ്ടിയാണ് സ്വയം സേവകർ അല്ലെങ്കിൽ സംഘം എന്ന് സമൂഹത്തിന് ഇൻഡയറക്റ്റായിട്ടൊരു മെസ്സേജ് കിട്ടി. അതാണ് കേരളത്തിൽ പോലും സംഘത്തിൻ്റെ പ്രവർത്തനം കുതിച്ച് കയറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.